RSS ശാഖയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച് കോട്ടയം സ്വദേശി അനന്തു അജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് തമ്പാനൂർ പോലീസ് അന്വേഷണം നടത്തുന്നത്. മരണത്തിന് മുൻപേ ചിത്രീകരിച്ച വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഈ പോലീസ് നടപടികൾ എവിടെ വരെ എത്തി ഉമേഷ്? ഉന്മേഷ്, പോലീസ് നടപടികൾ ഇപ്പോഴും ഒരു തടസ്സപ്പെട്ട നിലയിൽ തുടരുകയാണ്. കാരണം ഇപ്പോഴും നിയമോപദേശം അനുകൂലമായി ലഭിച്ചിട്ടില്ല. ഇപ്പോഴും കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ്. ഇന്നലെ പുറത്തു വന്ന നിതീഷിൻ്റെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിലൂടെ അനന്തുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തു വന്ന ഈ വീഡിയോ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. പോലീസിൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളും ഉണ്ടായിരുന്നു. ഈ പേര്, അതായത് NM എന്ന ചുരുക്കപ്പേരിൽ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്ന ആളുടെ പേര് നിതീഷ് മുരളീധരനാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഇപ്പോഴും പോലീസിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇപ്പോഴും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് അനന്തുവിൻ്റെ കൂട്ടുകാരുടെ മൊഴികൾ മാത്രമാണ്, ബന്ധുക്കളുടെ മൊഴിയുമാണ്. ബന്ധുക്കൾ ഇതുവരെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം ഒരു തടസ്സമായി പോലീസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും നിയമോപദേശം കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്താൻ സാധ്യതയുള്ളൂ. എന്തായാലും ഈ RSS ശാഖകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ NM എന്ന് പറയുന്ന നിതീഷ് മുരളീധരൻ ഇയാൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടോ, അതിൽ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഇയാൾ ഈ RSS ശാഖയിൽ പങ്കെടുത്തിട്ടുണ്ട് തുടങ്ങിയ തെളിവുകൾ കൂടി പോലീസിന് കിട്ടേണ്ടതുണ്ട്. അതുകൂടി കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും നിയമോപദേശം തേടുക. കാരണം അതിൽ ഏത് നിതീഷ് മുരളീധരൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിന് മുന്നിൽ ചില തടസ്സങ്ങളുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം വീഡിയോ പുറത്തു വന്നപ്പോൾ വീഡിയോയിൽ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. നിരവധി തവണ താൻ ലൈംഗികമായി കൂടി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം, അതേ തുടർന്നുണ്ടായ മാനസിക വിഷമം തന്നെ ഈ ജീവിതകാലം മുഴുവൻ അലട്ടിയിരുന്നു എന്നുള്ള വിവരവുമെല്ലാം അനന്ത് തുറന്നു പറയുന്നുണ്ട്. എന്തായാലും ബന്ധുക്കൾ കൂടി പരാതി നൽകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ പരാതി കൂടി വന്നു കഴിഞ്ഞാൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഇപ്പോൾ നിലവിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട മൊഴികളും ശേഖരിച്ചു വരികയാണ്. ഉന്മേഷ്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.